ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ മെയ് റാപ്പപ്പ് ആയിട്ടാണ്. സോ മെയില് വായിച്ച ഫസ്റ്റ് ബുക്ക് ആയിരുന്നു ഇൻസിഡന്റ് അറൌണ്ട് ദ ഹൗസ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ഒരു കൊച്ചു കുട്ടിയാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ബുക്ക് ഈ ഒരു കൊച്ചു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പോകുന്നത്. ആൻഡ് ഈ കുട്ടിക്ക് ഒരു സീക്രട്ട് ഉണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വാർഡ്രോബിൽ നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി, ഗോസ്റ്റ് എന്നൊക്കെ പറയാം, അതർ മമ്മീന്ന് അവള് വിളിക്കുന്ന ഈ ഒരു പേഴ്സൺ അവളെ എന്നും രാത്രി വിസിറ്റ് ചെയ്യാറുണ്ട്. ഈ കുട്ടിയുടെ പാരൻസ് ദേ ആർ ഗോയിങ് ത്രൂ എ റഫ് പാച്ച്. ദേ ആർ ഹാവിങ് ലോട്ട്സ് ഓഫ് ആർഗ്യുമെന്റ്സ്. എന്താ പറയുക, അവരുടെ മാരേജിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളെ കൂടുതലായിട്ടും ആശ്വസിപ്പിക്കുന്നതൊക്കെ ഈ ഒരു അതർ മമ്മിയാണ്. ബട്ട് ദെൻ നവ് ഡേയ്സ് ഈ ഒരു അതർ മമ്മി കുറച്ചും കൂടെ സ്കേറിയർ ആണ്. ആൻഡ് ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ഈ അതർ മമ്മി കൂടുതൽ പുറത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഷീ ഗെറ്റ് സ്കെയർഡ്. ലൈക്ക് ഈ അതർ മമ്മി ഇവളുടെ റിയൽ പാരൻസിനെ ഹേർട്ട് ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള സ്കെയറി കാര്യങ്ങളാണ് ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ത്രൂ ഔട്ട് ദ ബുക്ക് ഇറ്റ് വാസ് സോ ഫാസിനേറ്റിംഗ് ടു റീഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ ഗേൾ. കാരണം ആ ഒരു കുട്ടിയുടെ മനസ്സിൽ എത്രത്തോളം ആ ഒരു പാരൻസിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ എത്രത്തോളം ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, ആ ഒരു കാര്യങ്ങൾ ജോഷ് മാലമൻ ജസ്റ്റ് തൊടാതെ എഴുതിയിട്ടുണ്ട്. ലൈക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോവാതെ. ബട്ട് ഐ വുഡ് ഹാവ് പ്രിഫേർഡ് ഇറ്റ് ടു ഗോ ടു ഡീപ്പ് ഇൻ ദാറ്റ്. ബട്ട് ഈ ബുക്ക് അങ്ങനെ അതിലോട്ട് പോയി കഴിഞ്ഞാൽ സെൻസ് ആവില്ല, അതുകൊണ്ടായിരിക്കാം അതിനെ പറ്റി കൂടുതൽ എഴുതാൻ. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് സോ ഫാസിനേറ്റിംഗ്. കാരണം ഒരു ചെറിയ കുട്ടിയുടെ രീതിയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ആൻഡ് ഐ റിയലി ലവ് ജോഷ് മാലർമൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു ഫേവറേറ്റിസം വരുന്ന ബുക്സിനോട്. ബട്ട് ഐ നോ ഈ ബുക്കിൽ കാര്യമായിട്ട് വലിയ കോൺസെപ്റ്റ്സ് ഒന്നുമില്ല. ബട്ട് ഇഫ് യു ലവ് ദാറ്റ് മെയിൻ ക്യാരക്ടർ, ഇഫ് യു ലവ് ഗോയിങ് ത്രൂ എ ലിറ്റിൽ ഗേൾസ് മൈൻഡ്, then maybe you will enjoy this one. The next book I have read is Kitchen. അപ്പോൾ ഇതൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് നോവലാണ്, ട്രാൻസ്ലേറ്റഡ് ബുക്കാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് മിക്കാഗെ. മിക്കാഗേക്ക് ആകെ ഉള്ള ഒരു കിൻ എന്ന് പറയുന്നത് അവളുടെ ഗ്രാൻഡ് മദർ ആണ്. ബട്ട് ആഫ്റ്റർ ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത് ഷീ ഈസ് ഓൾ അലോൺ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷീ ഈസ് ടേക്കൺ ബൈ ദിസ് ഫാമിലി. അപ്പോൾ അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മദർ ആയിരിക്കും. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മദർ അവളോട് പറയാണ്, ലൈക്ക് യു കം സ്റ്റേ വിത്ത് us ഫോർ സം ടൈം. കാരണം ഈ ഗ്രാൻഡ് മദർ മരിച്ചിട്ട് അവൾക്ക് പിന്നെ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളെ കൂടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം അവള് ഈ ഒരു ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. ആൻഡ് ഓവർ ദ ടൈം ഷീ ബിക്കംസ് അറ്റാച്ച്ഡ് ടു ദിസ് ഫാമിലി. ഫ്രണ്ടിന്റെ മദർ എന്ന് പറയുന്നത് റിയലി ഈ ഫ്രണ്ടിന്റെ ഫാദർ ആയിരുന്നു. ആൻഡ് ദെൻ ഹീസ് ട്രാൻസ്ജെൻഡർ. അങ്ങനെയാണ് ഈ ഫാദർ പിന്നെ മദർ ആവുന്നത്. അപ്പൊ ഈ ബുക്ക് ഡീൽ ചെയ്യുന്നത് ലൈക്ക് ലോട്ട്സ് ഓഫ് ഗ്രീഫ്, ലോട്ട്സ് ഓഫ് ട്രാൻസ്ജെൻഡർ തിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് വാസ് സോ മച്ച്, എന്താ പറയാ, ഭയങ്കരമായിട്ട് സ്ലോ പേസ്ഡ് ആയിരുന്നു. സോ അറ്റ് ടൈംസ് ഇറ്റ് വാസ് സോ ബോറിങ്. കാരണം നൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് വാസ് കീപ്പിംഗ് മീ ഇൻവെസ്റ്റഡ്. നൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല, ഇൻവെസ്റ്റഡ് ആയിരുന്നില്ല ഞാൻ. ഇറ്റ് വാസ് എൻ ഓക്കെ വൺ. ഇറ്റ് വാസ് എ 2-star റീഡ് ഫോർ മീ. ദ നെക്സ്റ്റ് ബുക്ക് ഐ ഹാവ് റെഡ് ഇസ് ദ മെയ്ഡൻസ്. സോ ഇതിന്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് മരിയാന. അവളുടെ നീസ് ഒരു ദിവസം അവളെ ഫോൺ ചെയ്തിട്ട് പറയാണ്, ലൈക്ക് ഒരു മർഡർ ഹാപ്പൻ ചെയ്തിട്ടുണ്ട് അവളുടെ കോളേജിൽ. ആൻഡ് അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അവൾക്കൊരു സംശയമുണ്ട്. സോ അവൾക്കൊരു മോറൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് മരിയാന അവളുടെ യൂണിവേഴ്സിറ്റിയിലോട്ട്, അവളുടെ നീസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നത്. ആൻഡ് ദെൻ അവിടെ ചെല്ലുമ്പോൾ ഷീ ഗെറ്റ്സ് മോർ ഇൻവെസ്റ്റഡ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ അവൾക്കും കുറച്ച് സീക്രറ്റ്സ് ഉണ്ട്. സോ അവൾക്ക് അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസ് ആയിരുന്നു. ആൻഡ് ദർ ഇസ് ഓൾസോ എ സീക്രറ്റ് സൊസൈറ്റി ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു സീക്രറ്റ് സൊസൈറ്റിയിലേക്കാവും അവളുടെ ഇൻവെസ്റ്റിഗേഷൻ മൊത്തം. സോ ദിസ് വാസ് എ 4-star റീഡ്. ഐ റിയലി എൻജോയ്ഡ് ദിസ് ത്രില്ലർ. ഈ ഒരു ത്രില്ലറാണ് എന്നെ ഭയങ്കരമായിട്ടൊരു സ്ലംബിലായിരുന്നു ഞാൻ. നല്ല ബുക്സ് ഒന്നും അല്ലായിരുന്നു വായിച്ചിരുന്നത്. പിന്നെ ആ ഒരു സ്ലംബ് ശരിക്കും ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ബുക്കാണ്. ബിക്കോസ് ഐ റിയലി ലവ് ദ ഡാർക്ക് അക്കാഡമി സൈഡ് ഓഫ് ഇറ്റ്. പിന്നെ ആ ഒരു സീക്രട്ട്
ആ ഒരു സീക്രട്ട് സൊസൈറ്റി, ആ ഒരു യൂണിവേഴ്സ്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. Twist was also credible, solid. I really enjoyed it. Highly recommended. The next book I have read is The Last Mrs. Parrish. അപ്പോൾ ഇതും ഞാൻ ആ വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ഫ്രാങ്ക്. സോ ഫ്രാങ്ക് ഒരു അത്യാവശ്യം ഏജുള്ള ഒരാളാണ്. സോ ഫ്രാങ്കിന്റെ മകൾ മാഗിയും ഫ്രാങ്കും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ല. അവർ കുറെ നാളായി കോണ്ടാക്ട് ചെയ്തിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഗി ഫ്രാങ്കിനെ വിളിക്കുന്നത്, ലൈക്ക് ഇൻവൈറ്റിംഗ് ടു ഹെർ മാരേജ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫ്രാങ്കിന് കുറച്ചും കൂടെ ഹോപ്പ് വരികയാണ്, ലൈക്ക് അവരുടെ റിലേഷൻഷിപ്പിന് എന്താ പറയാ ഒരു ഹോപ്പ് ഉണ്ട്, ഇറ്റ് ക്യാൻ സർവൈവ് എന്നുള്ള ഒരു ഫീലിംഗ് ഫ്രാങ്കിന് വരികയാണ്. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് ഈവൻ ദോ ഇറ്റ് വാസ് സോ അൺഎക്സ്പെക്ടഡ് ആൻഡ് ഓൺ ദ ഫേസ്, ഫ്രാങ്ക് മാക്സിമം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാദർ എന്നുള്ള രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അവനെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഫ്യൂച്ചർ സണ്ണിലോ ആയിട്ട് ഒരു മീറ്റിങ്ങിനിടയിൽ അവർക്ക് കുറച്ച് സണ്ണിലോന്റെ ചില ബിഹേവിയേഴ്സും സണ്ണിലോ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ഫിഷിനെസ് അടിക്കുന്നത്. ഫ്രാങ്ക് കുറച്ച് ഡിഗിൻ ചെയ്യാണ്, ലൈക്ക് ടു നോ മോർ അബൌട്ട് ഹിം. കാരണം അവന്റെ മകളുടെ ലൈഫിലേക്കാണല്ലോ ഇവൻ വരുന്നത്. സോ ഹീ സോ പ്രൊട്ടക്റ്റീവ്, സോ ഹി വാണ്ട്സ് ടു ബി ദിസ് പ്രൊട്ടക്റ്റീവ് ഫാദർ. അപ്പോൾ വാട്ട് ഐ റിയലി എൻജോയ്ഡ് ദിസ് ഇൻ ദിസ് ബുക്ക് ഇസ് ലൈക്ക് ഐ റിയലി എൻജോയ്ഡ് ദ മെയിൻ ക്യാരക്ടർ. ഫ്രാങ്കിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫാദറിന്റെ ഫീലിങ്സ്. ആ ഡോട്ടറിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ആ ഡോട്ടർ പോകുന്ന ഈ മാരീഡ് ആവാൻ പോകുന്ന ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം, ലൈക്ക് ഹൗ മച്ച് ഹി വാണ്ടഡ് ടു പ്രൊട്ടക്ട് ഹർ ഫ്രം എവറിത്തിങ്. അപ്പോൾ ആ ഒരു അച്ഛന്റെ ഫീലിങ്സ് നന്നായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ദിസ് വാസ് ലൈക്ക് വെരി ഡിഫറെന്റ് ഫ്രം ഹിസ് പ്രീവിയസ് ബുക്ക്, ബട്ട് സ്റ്റിൽ ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. എന്താ പറയുക, ആ ഒരു ഡ്രാമ, ആ ഒരു ഫാമിലി പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ത്രില്ലർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ. സോ ഇറ്റ് വാസ് 3.5 star rating. The next one I have read is The Last Mrs. Parrish. ഇതൊരു ഡൊമസ്റ്റിക് ത്രില്ലർ ആണ്. ഇത് കുറച്ചായി പബ്ലിഷ് ആയിട്ട്, അതുകൊണ്ടായിരിക്കാം ഇതൊരു എന്താ പറയാ ആ ഒരു സമയത്ത് ഇറങ്ങിയ ഡൊമസ്റ്റിക് ത്രില്ലറിന്റെ ഒരു വൈബായിരുന്നു. ഇതിലെ മെയിൻ ക്യാരക്ടർ ആംബർ ഒരു അൺലൈക്കബിൾ ക്യാരക്ടറാണ്. അൺറിലയബിളും ആണ്, അൺലൈക്കബിളും ആണ്. അവൾ ഭയങ്കര ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവൾക്ക് വെൽത്ത് ഇല്ല, അവൾക്ക് പൈസ ഇല്ല, അവൾ വിചാരിച്ചതൊന്നും അവളുടെ ലൈഫിൽ അവൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് ഷി ഗെറ്റ്സ് ഒബ്സസ്ഡ് വിത്ത് ദിസ് വുമൺ നെയിംഡ് ഡാഫ്നെ പാരിഷ്. അപ്പോൾ ഡാഫ്നെ പാരിഷിന് അവൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡാഫ്നെ പാരിഷിന്റെ ലൈഫിലുണ്ട്. ഒരു വലിയ മാൻഷൻ, വേണ്ടതായിട്ടുള്ള വെൽത്ത്, അതുപോലെ ഒരു ഗുഡ് ഹസ്ബൻഡ്, ഇതെല്ലാം ഡാഫ്നയുടെ ലൈഫിലുണ്ട്. ഷി ഗെറ്റ്സ് സോ ഒബ്സസ്ഡ് വിത്ത് ഹർ ആൻഡ് ട്രൈ ടു ഇൻക്ലൂഡ് ഇൻ ടു ഹർ ലൈഫ്. സോ ഡാഫ്നയുടെ ലൈഫ് അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ബുക്കിലുള്ളത്. സോ ഇതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് മുന്നേ പബ്ലിഷ് ചെയ്തൊരു ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് ഡൊമസ്റ്റിക് ത്രില്ലേഴ്സ് ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിരുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ഐ വാണ്ടഡ് ടു സീ ഇറ്റ്. ദിസ് ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് ബുക്ക്. നമ്മളൊരു റിവെഞ്ച് സ്റ്റോറി വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ ഇല്ലേ, ലൈക്ക് വി ജസ്റ്റ് ആ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ജസ്റ്റിസ് ഇസ് മെയ്ഡ് ആൻഡ് വിൽ ബി സോ ഹാപ്പി ബൈ ദ എൻഡിങ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുക്കായിരുന്നു. ഐ വാസ് റിയലി ഹാപ്പി ബൈ ദ എൻഡിങ്. ആൻഡ് ആ എൻഡിങ് ഈവൻ ദോ പ്രെഡിക്റ്റബിൾ ആണെങ്കിലും ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് ദ ലാംഗ്വേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ബിറ്റ് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ടു ഗെറ്റ് ഇൻ ടു റീഡിങ് ദാറ്റ്. അതുപോലെ തന്നെ അത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നില്ല. ദ നെക്സ്റ്റ് വൺ ഇസ് ദ കോഫി ഹൗസ് ബൈ ലാജോ ജോസ്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോക്ക് വേണ്ടി വായിച്ചതാണ്. ആ വീഡിയോ നോട്ട് യെറ്റ് പബ്ലിഷ്ഡ് ആണ്. സോ നിങ്ങൾ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിൽ ഞാൻ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ആ ഹൈഡ്രേഞ്ചിയുടെ തൊട്ടു മുന്നിലുള്ള ബുക്കാണ് കോഫി ഹൗസ്. ഇതിലെ മെയിൻ ക്യാരക്ടർ എസ്തർ ഒരു ജേർണലിസ്റ്റ് ആണ്. ഷീ ഈസ് സോ ബ്രേവ്. ഷീ ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് ഗേൾ ഹു എന്താ പറയാ അറ്റ് ദ എൻഡ് വരെ പോവും ജസ്റ്റിസ് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു ഫൈൻഡ് ദ ട്രൂത്ത്. അവൾ ആ ഒരു എൻഡ് വരെ പോവും. ആ ഒരു കൈൻഡ് ഓഫ് ഗേൾ ആണ് എസ്തർ. സോ ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഒരു കോഫി ഹൗസിൽ വെച്ചിട്ട് കുറച്ച് മേർഡർ സംഭവിക്കും. 5 പേരുടെ മേർഡർ. അതിന് കൊലയാളിയായിട്ട് അകത്താവുന്നത് ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. നൗ പ്രസന്റ്ലി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അത് സംഭവിക്കാൻ. സോ അഗെയിൻ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ അഗെയിൻ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാക്കണം. ആ ഒരു സമയത്താണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ എസ്തറിന് ഒരു ഇന്റർവ്യൂ ബെഞ്ചമിനുമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോഴും ബെഞ്ചമിൻ ഹി ഈസ് ഇൻസിസ്റ്റിംഗ് ഹി ഈസ് ഇന്നസെന്റ്. അപ്പോൾ അവൾക്ക് ഒരു സംശയം. So after that interview she gets so much agitated.
കാരണം തൂങ്ങാൻ വിധിച്ചിട്ട് ആ ഒരു എൻഡിലേക്ക് എത്തിയിട്ടും ഇപ്പോഴും ഇന്നസെന്റ് ആണെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവില്ലേ എന്നുള്ളത് അവളുടെ ഉള്ളിലുണ്ട്. ആൻഡ് അവൾ എഗെയിൻ ആ ഒരു ഇത് ചിലപ്പോൾ പോലീസിന് വന്ന ഒരു മിസ്റ്റേക്ക് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ ഷീ ഈസ് കൈൻഡ് ഓഫ് ട്രൈങ് ടു ഫൈൻഡ് ദ ട്രൂത്ത്, ഓൾസോ ഹെൽപ്പ് ബെഞ്ചമിൻ ഔട്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ബുക്കാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ഈവൻ ദോ ദ എൻഡിങ് വാസ് ലിറ്റിൽ ബിറ്റ് സാഡ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഹൈഡ്രേഞ്ചിയ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഹൈഡ്രേഞ്ചിയ നല്ലതല്ല എന്നല്ല, ഹൈഡ്രേഞ്ചിയയുടെ എൻഡിങ് എനിക്ക് അത്രയും ക്ലോഷർ ആയിട്ട് തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെ ഹൈഡ്രേഞ്ചിയ ഒരു സീരിയൽ കില്ലിംഗ് മർഡർ ആയിരുന്നു. ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് സീരിയൽ കില്ലേഴ്സ്. ഇത് കുറച്ചും കൂടെ ഫണ്ണായിരുന്നു കാരണം ഓൾറെഡി മർഡർ ഹാപ്പൻ ചെയ്തു, ഓൾറെഡി കൊലയാളി ഉണ്ട്. ബട്ട് ദെൻ ടു പ്രൂവ് ഹി ഈസ് ഇന്നസെന്റ് ഇറ്റ്സ് എ ബിറ്റ് മോർ difficult. So I think this was a good one. So it was a 4-star read for me and I really enjoyed it. The next 2 books ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രീഡ മെക്ഫാഡന്റെ. അപ്പോൾ അതിൽ ഉണ്ടായ 2 ബുക്സ് ആണ് ക്രാഷ് ബൈ ഫ്രീഡ മെക്ഫാഡൻ. ക്രാഷിലെ മെയിൻ ക്യാരക്ടർ 23 years old ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡിയാണ്. ഹെർ നെയിം ഈസ് ടേഗൻ. അവളൊരു യാത്രക്കിടെ ആക്സിഡന്റ് ആവാണ്. ആൻഡ് ഭയങ്കര സ്റ്റോം ആയതുകൊണ്ട് തന്നെ അവള് വിചാരിക്കും അവള് മരിച്ചു പോകുന്നു ബിക്കോസ് ഷീ സ്റ്റക്ക് ദെയർ. അപ്പോഴാണ് ഒരു ഫാമിലി, ഒരു കപ്പിൾസ് അവളെ വന്ന് രക്ഷിക്കുന്നത്. ആൻഡ് ദെൻ സംതിങ് ഈസ് റോങ് വിത്ത് ദിസ് ഫാമിലി ആൻഡ് ദെൻ ഇറ്റ് വാസ് ടു മച്ച് ഡാർക്ക്. ഐ റിയലി എൻജോയ്ഡ് ദിസ് വൺ. ഐ കുഡ് കണക്ട് വിത്ത് ടേഗൻ. ലൈക്ക് അതിലെ കുറെ എലമെന്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹുക്ക് ചെയ്യും. ഇറ്റ്സ് വെരി എഡ്ജ് ഓൺ ദ സീറ്റ് കൈൻഡ് ഓഫ് ത്രില്ലർ. അതുപോലെ തന്നെ ഒരു സർവൈവൽ ത്രില്ലർ കൂടിയാണ്. ഓൾസോ ദ എൻഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ ഞാൻ ഫ്രീഡ മെക്ഫാഡൻ ബുക്സ് വായിച്ചിട്ട് എൻഡിങ് എനിക്ക് ഡിസപ്പോയിന്റഡ് ആവാറുണ്ട്. ബട്ട് ദിസ് എൻഡിങ് വാസ് ഓക്കെ. ലൈക്ക് ടു മച്ച് ഷോക്കിങ്ങോ ഇമ്പാക്ടിങ്ങോ ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ആ ഒരു ത്രില്ലറിന് സെറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. ഓൾസോ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സൈഡും കൂടി ഉണ്ട് ബുക്കിന്, വിച്ച് വാസ് സോ മച്ച് ഫാസിനേറ്റിംഗ്. അപ്പോൾ ഐ റിയലി എൻജോയ്ഡ് ദ ക്രാഷ്. ഇറ്റ് വാസ് എ 3.7 star, നോട്ട് എ 5 star ബിക്കോസ് അതിലുള്ള കുറച്ച് കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി വായിച്ചതാണ്. അപ്പോൾ അപ്പോൾ ഞാൻ വായിച്ച ബുക്സിൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തതുകൊണ്ട് സോ ദിസ് വാസ് നോട്ട് സംതിങ് ന്യൂ ഫോർ മീ. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ്സ് എ 3.7 star. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഇൻമേറ്റ്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ബ്രൂക്ക്. അവളൊരു നേഴ്സ് പ്രാക്ടീഷണർ ആണ്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് ഒരു ജയിലിൽ ജോലി കിട്ടുന്നത്. ബട്ട് ആ ഒരു ജയിലിൽ തന്നെയാണ് അവളെ അവോയ്ഡ് ചെയ്യുന്ന ഒരാളുള്ളത്. സോ ആ ഒരു ജയിലിലാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഷെയ്ൻ ഉള്ളത്. അപ്പോൾ അവൻ ജയിലിൽ പോകാനുള്ള കാരണം അവൾ തന്നെയാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു രാത്രി അവളും അവളുടെ ബോയ് ഫ്രണ്ടും കുറച്ച് ഫ്രണ്ട്സും കൂടെ എന്താ പറയാ, ദേ വർ ഹുക്കിംഗ് അപ്പ്. ആ ഒരു സമയത്ത് 1 by 1 ഓരോരുത്തരായിട്ട് മരിക്കൽ തുടങ്ങി. ആൻഡ് ഷെയ്ൻ ട്രൈ ടു കിൽ ഹർ ആ രാത്രി. അപ്പൊ അതുകൊണ്ട് അവളുടെ മൊഴി കാരണം ഷെയ്ന് ജയിലിൽ പോയതാണ്. സോ ആ അതേ സെല്ലിലാണ് അവള് പുതിയ നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ബുക്കിൽ. ഇറ്റ് വാസ് സോ മച്ച് ഡാർക്ക് ഫ്രം ദ വെരി ബിഗിനിങ്. ഐ റിയലി ലവ് ദ ബിഗിനിങ്. പിന്നെ എൻഡിങ് എത്തിയപ്പോൾ ഇറ്റ് വാസ് എ ബിറ്റ് മോർ ട്വിസ്റ്റഡ്. ലൈക്ക് കൂടുതൽ അത് മെസ്സിയർ ആക്കി. ലൈക്ക് അതിന്റെ പ്ലോട്ട് ട്വിസ്റ്റ് വൺ ആഫ്റ്റർ വൺ വന്നപ്പോൾ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ചെയ്യാനും ഒന്നിൽ നമ്മൾ ഓൾറെഡി സ്റ്റിക്ക് ചെയ്യും. ആൻഡ് ദെൻ അഗെയിൻ ഇറ്റ് ടേൺസ് into something else. But the ending കൂടുതൽ മെസ്സിയർ ആക്കിയപ്പോൾ കൂടുതൽ എന്നെ അത് കൺഫ്യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എൻഡിങ് പ്രതീക്ഷിച്ച പോലെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ് വാസ്, ഐ തിങ്ക് ഇറ്റ് വാസ് ഓക്കെ. ഇറ്റ് വാസ് എ എന്താ പറയുക വർത്തി റീഡ് തന്നെയാണ്. ഇഫ് യു ലവ് ഫ്രീഡ മെക്ഫാഡൻ, ഇഫ് യു ലവ് ഹർ റൈറ്റിംഗ്, ഇറ്റ് വാസ് സോ മച്ച് ഫൺ ആൻഡ് ക്രിസ്പി. ദ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് ദ 7 years slip. അപ്പോൾ ഈ ഓഥറിന്റെ സെക്കൻഡ് ബുക്കാണ് ഞാൻ വായിക്കുന്നത്. ഈ ഓഥറിന്റെ ഫസ്റ്റ് ബുക്കും ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഈ ഓഥറിന്റെ സെക്കൻഡ് ബുക്കും ഞാൻ എൻജോയ് ചെയ്തു. സോ ദിസ് ഇസ് ദ മോസ്റ്റ് റേറ്റഡ് ബുക്ക് ഞാൻ മെയില് വായിച്ചത്. ദിസ് വാസ് എ 4.2 star റീഡ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ക്ലെമന്റൈൻ. സോ ക്ലെമന്റൈൻ എല്ലാം ഉണ്ട്. ഷി ഹാസ് എവറിത്തിങ്. ഷി ഹാസ് ദിസ് ഗ്രേറ്റ് ജോബ്, എവറിത്തിങ്. ബട്ട് അവളുടെ ആന്റി മരിച്ചതിന് ശേഷം ഷി വാസ് ലൈക്ക് കൈൻഡ് ഓഫ് ഗോയിങ് ത്രൂ ദിസ് റഫ് പാച്ച്. അവൾക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് ഈ ആന്റിയുടെ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുകയാണ്. ആൻഡ് ഈ അപ്പാർട്ട്മെന്റിന് കുറച്ച് വൈൽഡ് ആയിട്ട് സീക്രറ്റ്സ് ഉണ്ട്. ബിക്കോസ് ഈ അപ്പാർട്ട്മെന്റിലൂടെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാം. ഈ അപ്പാർട്ട്മെന്റിൽ ചിലപ്പം ചില വിസിറ്റേഴ്സ് വരും, ദാറ്റ് ടു ഫ്രം ദ പാസ്റ്റ്. കാരണം ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു എന്തോ ഒരു ഇത് ആ ഒരു അപ്പാർട്ട്മെന്റിനുണ്ട്. ഒരു ദിവസം അവളുടെ അപ്പാർട്ട്മെന്റിൽ കയറി ചെല്ലുമ്പോൾ ഷി മീറ്റ്സ് ദിസ് മാൻ നെയ്മഡ് ഇവോൺ. ബട്ട് ഹീ ഈസ് ലിവിങ് ഇൻ 7 years പാസ്റ്റില്, അവള് പ്രസന്റില്. സോ ബട്ട് ദെൻ ഇവഞ്ച്വലി ദേ ഫോൾ ഇൻ ലവ്.
സോ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. കാരണം 7 വർഷങ്ങൾക്ക് മുന്നേ അവൾക്ക് ഇവനെ അറിയും കൂടിയില്ല. ബട്ട് ആ ഒരു 7 വർഷം മുന്നേ ഉള്ള അവനെയാണ് അവൾ ഇപ്പോൾ പ്രസന്റ്ലി സ്നേഹിക്കുന്നത്. സോ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്, ബട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം അതിന്റെ ആ ഒരു ടൈം ലൂപ്പിനെ പറ്റി തീരെയും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ടൈം ലൂപ്പ് ഹാപ്പൻ ചെയ്യുന്നു, എങ്ങനെ ടൈം ലൂപ്പ് ഹാപ്പൻ ചെയ്യുന്നു, ഒന്നുമില്ല. എന്താ പറയുക, സ്പോണ്ടേനിയസ് ആയിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ടൈം ലൂപ്പ് ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ് പ്ലോട്ട്, ദാറ്റ്സ് ഇറ്റ്. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ആൻഡ് അവരുടെ ആ ഒരു അതിലുള്ള റൊമാൻസും തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് കെമിസ്ട്രി ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന കെമിസ്ട്രിയാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ ക്യാരക്ടേഴ്സ്. ഓൾസോ സൈഡ് ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. യൂഷ്വലി ഐ ലവ് ടൈം ലൂപ്സ് ഇൻ ബുക്സ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്തത്. ആൻഡ് ഇറ്റ് റിയലി വർക്ക്ഡ്. ഇറ്റ് വാസ് എ 4.2 സ്റ്റാർ റീഡ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് യു ആർ റീഡിങ് ഇൻ മെയ്. നിങ്ങൾ എന്തൊക്കെയാണ് വായിച്ചത്, നിങ്ങൾ ഈ ബുക്സിൽ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. എൻ്റെ ചാനലിൽ ഞാൻ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് another one. Till then, bye bye and take care.